രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61 കാലഘട്ടത്തിൽ നിലവിൽ വന്നു. ലക്ഷ്യം വ്യാവസായികവൽക്കരണവും ഗതാഗത വികസനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. ഇതിനെ വ്യാവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. 1955 കോൺഗ്രസ് ആവടി സമ്മേളനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നത്. അത് ഈ സമ്മേളനത്തിന് തന്നെ പ്രത്യേകതയായിരുന്നു. ദേശീയ പാതാ നിയമം 1956 നിലവിൽ വന്നു. ദേശീയ പാതാ നിയമം 1956 നിലവിൽ വന്നു. 1956 തന്നെയാണ് ഇന്ത്യാസ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നത്. 1956 ഇന്ത്യാസ് കമ്പനീസ് ആക്ട് നിലവിൽ വന്നു. 1959 ടി വി സംപ്രേഷണം ആരംഭിച്ചത്. 1959 ടി വി സംപ്രേഷണം ആരംഭിച്ചത്. 1958 DRDO നിലവിൽ വന്നത്. 1958 DRDO നിലവിൽ വന്നത്. 1960 ഇന്ത്യ സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുന്നത്. 1960 ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. 1960 അതേ വർഷം തന്നെയാണ് ഖാദി ഗ്രാമവികസന കമ്മീഷൻ നിലവിൽ വന്നത്. ഖാദി ഗ്രാമവികസന കമ്മീഷൻ നിലവിൽ വന്നത്. റെയിൽവേ ശാക്തീകരണം, കൽക്കരി കൂടിയ ഉൽപ്പാദനം എല്ലാം ഈ പദ്ധതി കാലത്താണ് ഉണ്ടായത്. ഇതിന് നമ്മൾ വ്യാവസായിക പദ്ധതി എന്നും പറഞ്ഞു. ഇനി മെഹ്ലാനോബിസ് പദ്ധതി എന്നും പറയും. വ്യാവസായിക പദ്ധതി എന്നും പറയും. അതുപോലെ തന്നെ മെഹ്ലാനോബിസ് മാതൃക എന്നും പറയുന്നു. റെയിൽവേ ശാക്തീകരണം, കൽക്കരി ഇത് കൂടി. ഉപലക്ഷ്യങ്ങളുണ്ടായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക്. അവയാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക. ഇനി നിർമ്മാണ അനുമതി. ഇരുമ്പുരുക്ക് ശാലകൾക്ക് നിർമ്മാണ അനുമതി നൽകി. ഏതൊക്കെ ഇരുമ്പുരുക്ക് ശാലകൾക്കാണെന്ന് ചോദ്യം വരാറുണ്ട്. ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. ഭിലായ് USA സഹായത്തോടു കൂടിയും റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടു കൂടിയുമാണ് നിലവിൽ വന്നത്. ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. ഇനി ഊന്നൽ നൽകിയത് മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കാണ് ഈ പദ്ധതി ഊന്നൽ നൽകിയത്. ലക്ഷ്യമായത് 4.5% നേടിയെടുത്തത് 4.3%. ഇതിൽ പ്രധാന പോയിന്റുകൾ നോക്കാം. ഈ കാലഘട്ടത്തിൽ വന്ന ഇരുമ്പുരുക്ക് ശാലകൾ ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. ഇതിൻ്റെ ഉപലക്ഷ്യങ്ങളായിരുന്നു തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക. ഈ പദ്ധതിയെ മെഹ്ലാനോബിസ് മാതൃകയെന്നും അറിയപ്പെടുന്നുണ്ട്. 1960 2 കാര്യങ്ങൾ സംഭവിച്ചു. ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. ഖാദി ഗ്രാമവികസന ബോർഡ് നിലവിൽ വന്നു. 1958 DRDO നിലവിൽ വന്നു. 1959 ടി വി സംപ്രേഷണം ആരംഭിച്ചു. 1956 ദേശീയ പാതാ നിയമവും 1956 തന്നെ ദേശീയ ഇന്ത്യൻ കമ്പനീസ് ആക്ട് നിലവിൽ വന്നത്. 1955 കോൺഗ്രസിൻ്റെ ആവടി സമ്മേളനത്തിൻ്റെ ലക്ഷ്യമായിരുന്നു ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്നത്. അതും ഇതിൻ്റെ ലക്ഷ്യം തന്നെ ആയിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വ്യാവസായികവൽക്കരണം, ഗതാഗത വികസനം എന്നിവയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ വ്യാവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നു.